ഫോട്ടോഗ്രാഫിയിൽ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ND ഫിൽറ്ററുകൾ. പക്ഷേ ND ഫിൽറ്ററുകളുടെ ഡിമാൻഡ് ഇപ്പോൾ കൂടി വരുവാണ്. പുതിയ പുതിയ ക്യാമറകൾ, ഡൈനാമിക് റേഞ്ച് ഒക്കെ നല്ല ഉള്ള ക്യാമറകളുടെ അവൈലബിലിറ്റി കൂടിയതനുസരിച്ച് ND ഫിൽറ്ററിന്റെ ആവശ്യകതയും കൂടുന്നുണ്ട്. ഇപ്പോൾ ND ഫിൽറ്ററിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾ പലയിടത്തും കാണുന്നുണ്ടാവും. പല പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസിലൊക്കെ ND ഫിൽറ്റർ വെച്ചുള്ള പിക്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ND ഫിൽറ്റേഴ്സിനെ കുറിച്ചുള്ള എൻക്വയറി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. എന്താണ് ND ഫിൽറ്റർ? ND ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന പോലെയാണ് ക്യാമറയ്ക്ക്. നമ്മൾ കടുത്ത വെയിലത്ത് പോകുമ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് വെക്കുമ്പോൾ നമുക്ക് നെറ്റി ചുളിക്കാതെ വണ്ടി ഓടിക്കാൻ പറ്റും, നെറ്റി ചുളിക്കാതെ നടക്കാൻ പറ്റും. ഇതേ എഫക്റ്റാണ് ND ഫിൽറ്റർ ക്യാമറയ്ക്ക് നൽകുന്നത്. ക്യാമറയിലോട്ട് വരുന്ന അധികമായ ലൈറ്റിനെ ഫിൽറ്റർ ചെയ്ത് ക്യാമറയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് ND ഫിൽറ്ററിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ന്യൂട്രൽ ഡെൻസിറ്റി ഫിൽറ്റർ എന്നാണ് എൻ്റെ മുഴുവനായ പേര്. അപ്പോൾ ഇത് തന്നെ സാധാ ND ഫിൽറ്ററും ഉണ്ട്, വേരിയബിൾ ND ഫിൽറ്ററും ഉണ്ട്. സാധാരണ ND ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവും, അത്ര ലൈറ്റിനെ അത് കട്ട് ചെയ്ത് വെളിച്ചത്തോട്ട് വിടും, അത്ര മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങളൊരു വേരിയബിൾ ND ഫിൽറ്റർ വയ്ക്കുമ്പോൾ എത്ര സ്റ്റോപ്പാണോ അതിനകത്തുള്ളത് അതനുസരിച്ച് നമുക്ക് ലൈറ്റ് കട്ട് ചെയ്യാൻ പറ്റും. NDയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ബ്ലാക്ക് കൂടിക്കൊണ്ടിരിക്കും, ആ ലൈറ്റ് അകത്തോട്ട് പോകുന്നത് കുറയ്ക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും വിചാരിക്കും ലൈറ്റ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഷട്ടർ സ്പീഡ് കുറച്ചിട്ടോ അല്ലെങ്കിൽ അപ്പറേച്ചർ കട്ട് ചെയ്തോ കുറച്ചാൽ പോരെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. ശരിയാണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് 4Kയിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമേജ് ക്വാളിറ്റിയെ സാരമായിട്ടത് ബാധിക്കും. പക്ഷെ അവിടെ നിങ്ങളൊരു ND ഫിൽറ്റർ ഉപയോഗിച്ചാണ് ലൈറ്റ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇമേജിൻ്റെ ക്വാളിറ്റിയെ ഒരു കാരണവശാലും അത് ബാധിക്കുന്നില്ല. കാരണം ക്യാമറ അതിൻ്റെ ജോലി ചെയ്യുന്നത് നിങ്ങൾ കൊടുത്ത കമാൻഡ് അനുസരിച്ച് തന്നെ ആയിരിക്കും. പക്ഷേ എക്സസ് ആയിട്ട് വരുന്ന ലൈറ്റിനെ ND ഫിൽറ്റർ കട്ട് ചെയ്ത് അകത്തോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ക്യാമറയ്ക്ക് ഒബ്ജക്റ്റിനെയും സബ്ജക്റ്റിനെയൊക്കെ മനസ്സിലാവും. അത് ഡിറ്റക്ട് ചെയ്ത് അത് ഷൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ക്യാമറ ആണെങ്കിൽ നല്ല ഒരു ഔട്ടായിരിക്കും ND ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ND ഫിൽറ്റർ നമ്മൾ വേരിയബിൾ ND ഫിൽറ്റർ അതിൻ്റെ ഔട്ടർ റിങ് കറക്കാൻ പറ്റും. നമ്മൾ ലെൻസിൽ എത്ര ഡയ ആണോ ഉള്ളത് ആ ഡയയിലുള്ള ND ഫിൽറ്റർ ആണെങ്കിൽ മാത്രമേ അതിനകത്ത് ഇടാൻ പറ്റും. അല്ലെങ്കിൽ അതിനകത്ത് വേറെ റിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ടി വരും. പക്ഷേ എപ്പോഴും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ND ഫിൽറ്റർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇടാൻ പറ്റുന്ന ഒത്തിരി അഡാപ്റ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാരണം ND ഫിൽറ്റേഴ്സ് ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും. വളരെ കുറഞ്ഞ വിലയ്ക്ക് ND ഫിൽറ്റേഴ്സ് ലഭ്യമാവുമെങ്കിലും അത് കറക്റ്റ് ഒരു ND ഫിൽറ്ററിന്റെ എഫക്റ്റ് തരുമോ സംശയമാണ്. ഇതുവരെ നിങ്ങൾ ND ഫിൽറ്റർ ഉപയോഗിച്ച് നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ND ഫിൽറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിനിമാറ്റിക് മോഡലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളതിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ND ഫിൽറ്റർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ബീച്ച് ഷൂട്ടുകളിൽ, വെള്ള ബാക്ക്ഗ്രൗണ്ടുള്ള പള്ളികളിൽ, അവിടെ വൈറ്റ് ഡ്രസ്സിലൊക്കെ വരുന്ന കപ്പിൾസിനെയൊക്കെ നല്ല ഹാർഷ് ലൈറ്റിലൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ND ഫിൽറ്റർ വളരെ ഒരു ഉപകാരപ്രദമായിരിക്കും. ND ഫിൽറ്ററിൻ്റെ ഫീൽ അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും ND ഫിൽറ്റർ ഉപയോഗിച്ച് നോക്കണം. ND ഫിൽറ്റർ ഒരിക്കലെങ്കിലും ഉപയോഗിച്ച് നോക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് ഹൈ ക്വാളിറ്റി വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഫീലുള്ള ഒരു ഔട്ട് തരാൻ ND ഫിൽറ്ററിന് പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നല്ല ഒരു ND ഫിൽറ്റർ തന്നെ സ്വന്തമാക്കാൻ മറക്കണ്ട. ഓക്കെ.